നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച ഇന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. വിഷ്ണു നമ്മളൊപ്പം ഉണ്ട്. നിങ്ങളെ ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറയാം. നമസ്കാരം സർ. നമസ്കാരം. ആദ്യം സർ, ഈ ആഴ്ചയെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീക്കാണ്. ന്യൂസിൽ എന്ത് പറയുന്നു എന്നാൽ കാലം ട്രേഡിംഗ് ഈ വീക്കില്ല. തന്നെ സർ ഭയങ്കരമായിട്ട് അടിച്ചിരിക്കുന്നു. ഏപ്രിൽ 2-ാം തീയതി 22,600 എന്ന് ഇരുന്നതിന് 2189 ഇതിനെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനിയും വരുന്ന 2-3 ആഴ്ചയിൽ എന്ത് നടക്കേണ്ട ചാൻസ് ഇരിക്കുന്നു സർ? മുമ്പേ പറഞ്ഞു സർ, ഈ പെൻഡിലം എങ്ങനെയാ ചിന്മുണ്ട് 16,000 വരുമാ എന്ന് പറഞ്ഞ റിയലായിട്ട് മാസമായിരിക്കുമല്ലേ സർ? പറഞ്ഞ ആ സ്ഥിതിക്ക് ഈ പെൻഡിലും ഇപ്പൊ 22,200 നിൽക്കുന്നില്ല. ഇന്നും കുറച്ച് മൂവായിക്കൊണ്ടിരിക്കുന്നു. ആ മൊമെന്റം ഇതിലേ നിന്ന് താഴെ ഇറങ്ങുമാ, ഇതിലും മേളിൽ പോകുമാ? നമ്മുടെ ട്രംപ് ആകുവാദറിന്റെ കയ്യിലാണ് ഇരിക്കുന്നു. ട്രംപ് ആകുബാദർ കഥയിൽ ഇന്നലെ പ്ലെയിൻ വേറെ വീഴുന്നു. ഒരു അമേരിക്കനെ കാണോ പിടിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ഒരാളെ നമ്മൾ നോക്കുന്ന സമയം ഇതൊക്കെ വാറിന് അനുസരിച്ചാണ് ഇരിക്കുന്നത്. 48 hours സീസ് ഫയർ ചോദിച്ചിരുന്നു ട്രംപ്. ഇസോ വേണ്ട, ഫയർ വേണ്ട, നീ വരവ് ഷണ്ടയ്ക്ക് എന്ന് പറഞ്ഞാണ് ഇറാൻ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന ന്യൂസ് നല്ലയില്ല. ഒരു 3 ആഴ്ച ചെല്ലുവാണെങ്കിൽ ഇതിങ്ങനെ നിൽക്കത്തില്ല, അപ്പുറത്തത് എത്തും. ഇതിൽ വേറെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ എന്ത് ചെയ്തു എന്നാൽ അൺഡെലിവറബിൾ ഫീച്ചേഴ്സ് മാർക്കറ്റിനും ഇരിക്കുന്ന ലിങ്കിനെ കട്ട് ചെയ്തിരിക്കുന്നു. ഇത് കട്ട് ചെയ്ത് എല്ലാം റുപ്പി നോക്കുന്ന സമയം എന്തായെന്ന് വെച്ചാൽ ബിഗ്ഗസ്റ്റ് 1 day സെയിൽ ഇൻ ഗവൺമെന്റ് ബോണ്ട് നടന്നു. വെള്ളക്കാരൊക്കെ ഗവൺമെന്റ് ബോണ്ടിനെ വിറ്റുകൊണ്ട് പക്ഷെ എടുത്തോണ്ട് വെളിയിൽ പോകും. അപ്പൊ ആ കാശ് അവർ എന്ത് ചെയ്യും? അവർ വെളിയിൽ എടുത്തോണ്ട് പോകും ഡോളറായിട്ട്. അവർ ഹെഡ്ജ് വന്നിട്ട് സിംഗപ്പൂരിലും ദുബായിലും ചെന്നിരിക്കും. കണ്ടക്ക് ഷിഫ്റ്റ് ചെയ്യും. കാശ് വെളിയിൽ പോകും, ഇക്വിറ്റി മാത്രം വെളിയിൽ ചെന്നില്ല. അവർ വെളിയിൽ പോകും, ബോൺസും വെളിയിൽ പോകും. ഇത് കാരണം തന്നെ നമ്മൾ ഡിസ്പ്രേറ്റ വന്ന് $3 million 74% വിൽക്കാൻ സമ്മതിച്ചിരിക്കുന്നു. ബിയലിനെ വന്നിട്ട് ദാനവാർത്ത കൊടുക്കാൻ റെഡി ആയിരിക്കുന്നു. 1 ബില്യൺ ഒരു ദിവസത്തിൽ പോകും. ഡോളർ പ്രോബ്ലം സോൾവ് ആയില്ല, ക്യാപിറ്റൽ പ്രോബ്ലം സോൾവ് ആയില്ല. ബോട്ട് വില കയറുന്നു, എക്സ്പോർട്ട് പോകുന്നില്ല. ഇറ്റലിയിൽ പ്രോബ്ലം ഉണ്ട്. ഇത് കാരണം നിങ്ങളടുത്ത് ഒരു ഡോളറിൻ്റെ ഒരു ഷോർട്ടേജ് ഇരിക്കുന്നു. ഇപ്പോൾ അതായത് ഈ വാർ ഇനി 3 ആഴ്ച നടക്കുവാണെങ്കിൽ ആഴ്ചയ്ക്ക് കച്ചായ നേര വില 140 എന്നായിരിക്കും. ഇന്ത്യ ബാസ്ക്കറ്റ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് പ്രോബ്ലത്തിലിരിക്കും. ഇന്നും പ്രഷറിലോട്ട് പോകും. വർഷം എണ്ടിൻ്റെ അകത്ത് ശതം തീർച്ചയായിട്ടും അടിക്കും. FIO വരത്തില്ല. ഓൾറെഡി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് 27% ഡൗൺ ആണ്. അതിനെ അടിച്ച് 20,000 എത്തുവാണെങ്കിൽ ഇവൻ ഇക്വിറ്റിയിൽ നമ്മൾ ആൾക്കാർ ഇട്ടിരിക്കുന്ന കാശിനെ തന്നെ വെളിയിലെടുക്കും. ഇത് വേറെ ലാർജ് ക്യാപ്പ് മട്ടമാണ്. ക്യാപ്പും സ്മാൾ ക്യാപ്പും ഇന്ന് വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. വാർ നിൽക്കുവാണെങ്കിൽ 2 മാസം ആകും ഈ സപ്ലൈയിലൊക്കെ നോർമലൈസ് ആകാൻ. ഫുൾ ഏർണിങ്സ് പോയാ, ഏപ്രിലും ഫുള്ളായി ഏർണിങ്സ് പോയാ പോലെ മെയ് മാസത്തെ ഏർണിങ്സും പോകും. ഫസ്റ്റ് ക്വാർട്ടർ കാലി, ലാസ്റ്റ് ക്വാർട്ടറിൽ 30 days ഗാലി, ഫസ്റ്റ് ക്വാർട്ടർ ഗാലി. രൂപയും വീക്കൻ ആകും, പക്ഷേ ഏർണിങ്സും ഗാലി. വില കയറിയത് നിങ്ങൾ കണ്ടില്ല. അവർ സിലിണ്ടറിൻ്റെ വില മാത്രം തന്നെ കയറിയിരിക്കുന്നു. വിലയൊക്കെയാണ് കയറിയിരിക്കുന്നത്. ഔട്ട്പുട്ട് വിലയൊക്കെ കയറിയില്ല. ഇന്നും അടക്കാൻ ഇന്നും 20-25 ദിവസം എടുക്കും. അപ്പോൾ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് തന്നെ ഇട്ടിരിക്കുന്നു. അത് ഹയർ ഇൻട്രസ്റ്റ്. ആരും ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇടുന്നില്ല എന്ന് വെച്ചാൽ അത് പെർഫെക്റ്റായി നിൽക്കത്തില്ല. ഈക്വിറ്റിയിലും ഒരു ടേൺ ഇല്ല. ഡോളറിൻ്റെ ഷോർട്ടേജ് വേണം. എങ്ങനെയാണ് നിൽക്കും? സോ അപ്പൊ ഇന്നും ആ മൊമെന്റം സ്ട്രോങ് ആയിരിക്കുന്നു അല്ലേ? സൈഡിൽ ഗ്ലോബൽ ഫോഴ്സസ് പുഷ് ചെയ്യുന്നു, ഒരു സൈഡിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പുഷ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇരിക്കുന്നു. ഏത് വിടും എന്ന് പറയാൻ പറ്റില്ല. ഗോൾഡിനെ പുറത്ത മട്ടിൽ ലാസ്റ്റ് 2 ആഴ്ചയിൽ ടർക്കി 58 ടൺ ഗോൾഡിനെ മാർക്കറ്റിൽ വിറ്റിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡെസ്പറേഷനിൽ വേറെ ഓപ്ഷനേ ഇല്ല, ക്രൈസിസ്കാർ ഇത് വേണോ എന്ന രീതിക്കാണോ വിറ്റത്. ഇപ്പോഴത്തെ മറ്റു കൺട്രീസും എന്തുകൊണ്ട് ഞാൻ ടർക്കിയെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു എന്നാൽ പോയ വർഷം ഗോൾഡിന്റെ റേറ്റ് കയറിയ സമയം അധികമായിട്ട് സാർ ഉപയോഗിച്ച വാർത്ത വന്നിട്ട് ടർക്കിലെ സെൻട്രൽ ബാങ്ക് ഗോൾഡിന് അക്യുമുലേറ്റ് വന്നിട്ട് ഒരു ചെറിയ ബാങ്കാണ്. ചൈന എന്ത് ചെയ്യുന്നു എന്നതാണ് മുഖ്യം ഇവിടെ. ക്രൂഡും ഗോൾഡും ഒന്നിനും ഒന്ന് ഇടപെട്ടതാണ്. ക്രൂഡും ഡോളറും ഈ വാർ കൂടുന്ന അത്രയും ഈ ഡോളറും ക്രൂഡും കയറും, പക്ഷെ ഗോൾഡ് ഇറങ്ങും. ഈ യുദ്ധം തീർന്നവരേക്കും നമുക്ക് ഇതിനെക്കുറിച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഈ വാർ എന്ന് പറയുന്ന കാര്യം ഈ മിഡിൽ ഈസ്റ്റിലല്ലാതെ വേറെ സ്ഥലങ്ങളിൽ നടക്കുവാണെങ്കിൽ ഗോൾഡ് കയറിയിരിക്കും. അതന്നെ, ഗോൾഡ് കയറിയിരിക്കും. അപ്പോൾ ഇനിയൊരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ റഷ്യയിൽ യുക്രൈൻ ഗുണ്ടിട്ട് അവിടെ ഇരിക്കുന്ന റഷ്യനറിയും അടിപെട്ടിരിക്കുന്നു. നിങ്ങൾ നോക്കിയെങ്കിൽ ഷെൽ ഡീസലിൻ്റെ വില 20 രൂപ കയറ്റിയിരിക്കുന്നു. എൻ്റെ അടുത്ത് നിന്ന് ഡീസൽ വാങ്ങാതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1 ലിറ്ററിന് 10 രൂപ 15 രൂപ നഷ്ടമാക്കുന്നു.
ഇത് ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് എങ്ങനെയാണ് കോമ്പൻസേറ്റിംഗ് ചെയ്യാൻ പറ്റും? ഓക്കെ സർ, ഈ വാർ ഇനി ഒരു 2-3 ആഴ്ചക്ക് എക്സ്റ്റെൻഡ് ആകുമെന്നാൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെ ഇരിക്കും? പോസിറ്റീവ് ആയിട്ട് എടുക്കാമോ? വരുന്ന കാലങ്ങളിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി എന്ന് എടുക്കാമോ സർ? അത് നിങ്ങളെ ഒരു മെന്റാലിറ്റിയാണ്. പിന്നെ നിങ്ങളെ ഇൻകം സോഴ്സ്, നിങ്ങളെ സ്റ്റെബിലിറ്റി ഓഫ് ക്യാഷ് ഫ്ലോ. ആർക്ക് സ്റ്റെബിലിറ്റി ക്യാഷ് ഫ്ലോ ഇരിക്കുന്നോ അവർ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എടുക്കും. അവലെ 6 മണിക്ക് അവർക്ക് എത്ര വരുവാണെങ്കിൽ അതനുസരിച്ചാണ് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇന്നത്തെ കാര്യം വന്നിട്ട് സാർ ജോബ് ലോസസ് കുറിച്ച് പറഞ്ഞായിരുന്നു. എങ്കിലും വന്ന് നമുക്ക് അവിടെ നിന്ന് വരേണ്ട റെമിറ്റൻസ് ഒക്കെ കുറഞ്ഞിരിക്കുന്നു. റെമിറ്റൻസ് കുറയും, ഗൾഫിൽ ഇരുന്ന് റെമിറ്റൻസ് കുറയും. പ്രഷറൊക്കെ ഇന്ത്യക്കല്ലേ? അതെ, ക്യാപിറ്റൽ അകത്ത് വരുന്നില്ല, എക്സ്പോർട്സ് കയറിയിരിക്കുന്നു, എക്സ്പോർട്സ് കുറഞ്ഞിരിക്കുന്നു. ഇത് എല്ലാ പ്രഷറും രൂപയുടെ മേലാണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നോൺ ഡെലിവറബിൾ ഫ്യൂച്ചേഴ്സ് ഇത് കട്ട് ചെയ്യുന്നു. കാരണം എന്താവുമെന്ന് വെച്ചാൽ വരുന്ന കാശ് കൂടെ വരത്തില്ല. ഇപ്പൊ നിഫ്റ്റി വാല്യുവേഷൻ വന്നിട്ട് അറൌണ്ട് 20x ഇരിക്കുന്നു സർ. നിഫ്റ്റി ഐടി സർ, ഐടി നിങ്ങൾക്ക് 1.2 തുടങ്ങാം. കമ്പനീസ് നിങ്ങൾ നോക്കാം. ഇത് ലോയസ്റ്റ് ഇൻ 2020 ഒരു നമ്പർ കണ്ടായിരുന്നു. അപ്പൊ ഇതിൽ വന്നിട്ട് റുപ്പിയും വന്നിട്ട് വിളുന്നോണ്ടേ ഇരിക്കുന്ന സിറ്റുവേഷൻ ആണ്. റുപ്പി കാരണം ഇവരെ മാർജിൻ കയറൂല. ഓൾറെഡി ഇരിക്കുന്ന പ്രഷറിൽ ഒരു പെയിൻ കില്ലർ പോലെ കുറച്ച് റിലീഫ് തരും. അങ്ങനെ ബോട്ടം ലൈനിൽ പോയി പ്രോഫിറ്റിൽ കയറൂല. ഈ ഫ്രാക്ചർ ആയി ശരി പോയാ പോട്ടെ എന്ന് $650 കളിക്കുന്നത് പോലെയാണ്. പ്രോഫിറ്റിൽ കയറത്തില്ലെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് സ്റ്റോക്ക് ബേസിൽ അത് റിഫ്ലക്ട് ആവും സർ. അവിടെ ഒന്നും നടന്നില്ലല്ലോ, അതിലെ അങ്ങനെ നിൽക്കുന്നു. അവിടെ ഫാൾ വീണിരിക്കുന്നു. സ്റ്റോപ്പ് ദി ഫാൾ. നീ നിന്നു, ഇപ്പൊ കുറച്ച് പ്രശ്നമില്ല. ഇപ്പോൾ ഒരു ഡോറോ 650 ശരിയായെടുക്കാം. ഐ പൊട്ടിയിരിക്കുന്നു. ഓക്സിമോൺ കഴിക്കണം, അല്ലെങ്കിൽ ബുപ്രോഫൻ കഴിക്കണം. ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഡോളോ 650 കൊടുത്തിരിക്കുന്നു. ഐടി ആൻഡ് ഫാർമ സ്റ്റോക്കിൽ വളരെ കോഷ്യസ് ആയിരിക്കണോ? ഇത് തന്നെ ആക്ച്വൽ ചാൻസാ. അപ് ടു യു. ഇത് ഏത് കാരണം ഡിപ്പെൻഡ് ആവുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാഷ് ഫ്ലോ എങ്ങനെ ഇരിക്കുന്നു. ക്യാഷ് ഫ്ലോ സ്ട്രോങ് ആയിരുന്നു, യു ക്യാൻ ബി ഹാപ്പി. ആൻഡ് ഇതിൽ നിന്ന് ചാൻസ് ക്യാഷ് ഫ്ലോക്കേ പ്രോബ്ലം എന്നാൽ അതിനെക്കുറിച്ച് വിഷമിക്കണം. ഞാൻ ക്യാൻറ്റീൻ നടത്തുന്നു, LPG 7,000 കൊടുത്ത് വാങ്ങുന്നു എന്നാൽ ഞാൻ അത് വിഷമിക്കണം അതിനെക്കുറിച്ച്. ഐടി ഇൻഡെക്സ് വന്നിട്ട് അറൌണ്ട് 20 ഇരിക്കുന്ന കാരണം ഈ സ്റ്റോക്സ് மட்டுം കുറച്ച് എടുക്കുന്നു. ഇത് ഡോളർ ഏർണിംഗ് സ്റ്റോക്സ്, ടീന്നല്ല ഡോളർ ഏർണിംഗ് സ്റ്റോക്സ്. പ്രോ സർ അതിന്റെ PE 15 ഇരിക്കുന്നു. ഒരു നല്ല കമ്പനി ഒരു വർഷത്തിന് നിങ്ങൾ തിരികെ നോക്കത്തില്ല എന്നാൽ നിങ്ങൾക്ക് വിപ്രോ എടുക്കാം. പ്രോയിൽ വന്ന് ഇതിന് ഡിവിഡൻഡ് സ്റ്റോക്ക് എന്ന് മനസ്സിലാക്കാമോ? എന്തും അങ്ങനെ ഇങ്ങനെ ഇല്ല. അപ്പോൾ അതിനൊരു നല്ല സമയമില്ല. പ്രേംജി ഇതിനെ നെഗറ്റീവ് ആയിട്ടാണ് ഇതിനെ കാണിക്കുന്നു. ലോങ് ടേമിൽ ഈ കമ്പനി വളരെ നല്ലതാണ്. MGക്ക് വയസ്സായി സർ. ഒരു 3 ഇരിക്കുന്നല്ലേ ഋഷഭ് പ്രേംജി ഇൻചാർജ് ഇട്ടു. ഇപ്പൊ ആരാണ് അടുത്ത 25 വർഷം നടത്താൻ പോകുന്നു എന്ന് നമുക്കറിയാം. ഋഷഭ് പ്രേംജി തന്നെ നടത്തണം. അത് കാരണം അല്ലേ സാർ? അപ്പൊ ഇവിടെ പ്രൊമോട്ടർ ഇഷ്യൂ ഇല്ല. അതെ, അതിനെ കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ ആ സമയം നോക്കാം അല്ലേ സർ? അതെ, വളരെ ചീപ്പായിരിക്കുന്നു. ലോങ് ടേമിൽ നല്ലതാണ്. ഈ CS17 ആണ് സർ. വെരി ഗുഡ് റേറ്റാണ്. കിട്ടുന്ന സമയം നമുക്ക് എടുക്കണം. നല്ല ഒരു ഔട്ട്കം തരും. ഒരു കാപ്പി, ഇന്നൊരു ടീ കുറച്ച് ഇറങ്ങുവാണെങ്കിൽ അതിൽ കുറച്ച് എക്സ്ട്രാ കാപ്പി, ഡബിൾ കോഫി ഒക്കെ എടുക്കാം അല്ലേ സർ? പക്ഷെ ലഞ്ച് എടുക്കണ്ട, അതിന് ഇന്നും സമയം ഇരിക്കുന്നു. 17 ഇരിക്കുന്ന സർ, നിങ്ങൾ എന്ത് പറഞ്ഞു? 10 താഴെ എന്ത് സർ? 10 പറയുന്നു, 20 താഴെ പറഞ്ഞു. 20 താഴെ കൺസിഡർ ആണ് ഞാൻ പറഞ്ഞത്. നല്ല കൺസിഡർ ചെയ്തോ. ഡെയിലി 1 ടീക്ക് ബദല 2 ടീ എടുത്തോ. 1 ടീക്ക് ബദല 2 ടീ 3 ടീ കൂടെ എടുക്കാം. ഒരു ദിവസം 1 ടീ എടുക്കുവാണെങ്കിൽ 3 ആക്കാം. എന്നാ സർ 30 ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു, പറഞ്ഞല്ലോ ടീ കഴിച്ചോ എന്ന്. 5 ഇന്നും വന്നില്ല. ഇൻഫോസിസ് 18 സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇൻഫോസിസ് ഒക്കെ വളരെ കോസ്റ്റ്ലി തോന്നുന്നു. ഒരു 2 ടീ 3 ടീ എടുക്കാം. HCL സർ 22. രണ്ടും ഇത്രയും ചീഫ് ആക്കി എത്തുമ്പോൾ എന്താണ് ഞാൻ അതിന്റെ പുറകെ പോകുന്നു? എന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ HCL ഇത്രയും വലിയ കമ്പനി നോക്കാനല്ലേ സർ? HCL is worth more than TCS and Infosys. ഇന്ന് കറക്റ്റ് ആഹാന്റെ സമയമുണ്ടാ സർ? ഡെഫിനറ്റ് ആയിരിക്കുന്നു. നാറ്റ്കോ 11.8. അക്കോ സൂപ്പർ ആണ്, പക്ഷെ റീസെന്റ് 1000 രൂപയ്ക്ക് മുകളിൽ ചെന്നിരിക്കുന്നു. ഗ്രോ കെമിക്കലും തനിയെ പിരിച്ചു തരാൻ പോകുന്നു. നാറ്റ്കോ വച്ചിരിക്കുന്നു, അത് 2 മാറുമോ സർ? 2 ഷെയറാ മാറും. അത് ഇനി എത്ര വേണമെങ്കിലും എടുക്കാം. സർ ഫൈൻ. ഇപ്പൊ അത് 11.8 ഇരിക്കുന്നു സർ. എളിയിൽ വാങ്ങാത്തവർ ലെവലിൽ വാങ്ങാൻ പോകുന്ന വൺ ടൈം ഏർണിംഗ്സിൽ വാങ്ങാത്തവർ ടൈമിൽ എന്താണ് വാങ്ങുന്നു? ഓക്കെ സർ, മനസ്സിലാവുന്നു. പക്ഷെ ഈ ഷെയറിന് പുറത്തെ മട്ടിൽ ഫ്ലക്ച്വേഷൻസ് വലുതായിരിക്കുമെന്ന് അല്ലേ സർ പേടി? അങ്ങനല്ല, സ്റ്റാർട്ടപ്പ് എന്ന് വിചാരിച്ച് പേടിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. ഇതിന് യൂസ് ചെയ്യാം. അണിപേജ്.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം.
ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങളിതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും ₹99 മാത്രമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിന്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇതുമൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.